പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ വീഡിയോ പറയാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ അമൂല്യമായ സ്നേഹത്തെക്കുറിച്ചാണ്. കാരണം എൻ്റെ മനസ്സിൽ കടന്നു പോയൊരു ചിന്തയുണ്ട്. നമ്മൾ പല അവസരങ്ങളിലും മറ്റുള്ളവരുടെ പ്രവൃത്തിയിൽ നമ്മൾ വേദനിപ്പിക്കാറുണ്ട്. ചിലപ്പം ഒരു വാക്കുകൾ കൊണ്ടായിരിക്കാം, പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം. അപ്പം ആ സമയത്ത് നമ്മൾ കർത്താവിന് മുമ്പിൽ നമ്മുടെ വിഷമം പങ്കുവെക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു വിഷമം പങ്കുവെച്ചപ്പം എൻ്റെ മനസ്സിൽ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രേരണ തോന്നിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു വിഷമത്തിലൂടെ ഞാൻ കടന്നു പോയപ്പം ഞാൻ ഈശോൻ്റെ അടുക്കൽ ഷെയർ ചെയ്തു. അപ്പം ഈശോ എൻ്റെ മനസ്സിൽ തോന്നിച്ചൊരു കാര്യമുണ്ട്. നീ മറ്റുള്ളവരുടെ സ്നേഹം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ പണിഞ്ഞതിൻ്റെ പേരിൽ നീ എൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞു. എനിക്ക് വേണ്ടി പ്രാണം പോലും തന്ന് സ്നേഹിച്ച എൻ്റെ സ്നേഹത്തെ എന്തുകൊണ്ടാണ് നീ കാണാണ്ട് പോയത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. കാരണം യേശുവിൻ്റെ ഒരു സ്നേഹം നമ്മൾ പലപ്പോഴും പലർക്കും വേണ്ടിയിട്ട് നമ്മൾ കരയാറ്, നമ്മൾ തകർന്നു പോകാറൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും തന്ന് അവൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നമ്മൾ ഓരോ വ്യക്തികളും. അവൻ്റെ സ്നേഹത്തെ പ്രതി നമ്മൾ ഒരു പക്ഷേ കരഞ്ഞിട്ടുണ്ടാവില്ല. അവൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അവൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അവൻ്റെ സ്നേഹം എത്രയോ വലുതാണ് നമുക്ക് ഓരോ ദിവസവും വെളിപ്പെടുത്തി തരുന്നത്. അപ്പം ആ ഒരു സ്നേഹത്തിന് വേണ്ടിയാണ് നമ്മൾ ദാഹിക്കേണ്ടത്. കാരണം ലഹരിയാക്കുക അത് യേശുവിനെ മാത്രം. ഒരു മനുഷ്യനിലേക്ക് നമ്മൾ അഡിക്റ്റ് ആവാതിരിക്കുക. അപ്പം ഇത് പല ആൾക്കാരും എന്നോട് ഇങ്ങനെ ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ പലരും മുറിയപ്പെട്ടത് സ്നേഹത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ആ സ്നേഹം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. കാരണം നമ്മൾ രണ്ടിരട്ടി കൊടുത്താൽ നാലിരട്ടിയായിട്ട് തിരിച്ചു തരുന്നതിനാണ് യേശു. യേശുവിന് കൂടുതലൊന്നും വേണ്ട. യേശുവിൻ്റെ അടുത്ത് നിന്ന് കുറച്ചായിരുന്നു പ്രാർത്ഥിക്കുക. അതൊക്കെ അവന് ഏറ്റവും സന്തോഷമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവൻ്റെ അടുത്ത് പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല. നമ്മളെന്ത് കൊടുക്കുന്നോ അത് എല്ലാ കുറവുകളോടും കൂടി നമ്മളെ സ്നേഹിച്ചതിന് നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥനകളും ഒക്കെ സ്വീകരിക്കാൻ മനസ്സുണ്ട്. ആ സ്നേഹത്തെയാണ് നമ്മളെപ്പോഴും വിലമതിക്കേണ്ടത്. ഒരു വ്യക്തിയിലേക്കല്ല നോക്കേണ്ടത്, യേശുവിലേക്കാണ് നോക്കുന്നത്. കാരണം അവനോളം സഹിച്ച മുറിവേറ്റ ഹൃദയത്തിനെ മുറിവേൽക്കുന്നവരുടെ മനസ്സിൻ്റെ വേദന അറിയും. ആ യേശുവിനെ നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കാം, ശ്രമിക്കാം. എത്രയോ നാളും വന്നുപോയ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഓർത്ത് നമുക്ക് ഈശോയോട് മാപ്പി ചോദിക്കാം. അങ്ങനെ യേശുവിൻ്റെ പ്രിയ മക്കളായി തീരാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. അപ്പം